ഫീമെയിൽ ഓറിയൻറ്റഡ് ആയ അല്ലെങ്കിൽ ഫീമെയിൽ ഹോൾഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് വരുമ്പോൾ എനിക്കെപ്പോഴും ഒരു പേടിയാണ്. കാരണം ഇപ്പം നയൻതാര മാം ചെയ്യുന്ന പോലെയല്ല, അവർക്കൊരു വലിയൊരു സ്റ്റാർ വാല്യൂ ഉണ്ട്, വലിയൊരു ഫാൻ ഫോളോയിങ് ഉണ്ട്, ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഷീ നോസ് ഹൗ ടു ഹാൻഡിൽ തിങ്സ്. വലിയൊരു ടീമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിപ്പം നയൻതാര മാം ആയാലും തൃഷ മാം ആയാലും ഇവർക്കൊക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, നമുക്കൊരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി വരും. കാരണം എപ്പോഴും ഇപ്പം ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമയായാലും മെയിൽ ഓറിയൻറ്റഡ് സിനിമയായാലും ഒരു റെസ്പോൺസിബിലിറ്റി എപ്പോഴും എന്താന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ട് പൈസ മുടക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. അപ്പം ആൾക്ക് നമ്മൾ എന്താണ് ഉത്തരം പറയണം, ആളുടെ അടുത്ത് നമ്മൾ ഉത്തരം പറയണം. അത് നമ്മുടെ ജോലിയാണ്. അപ്പം നമ്മളെ കണ്ടിട്ടായിരിക്കും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരിയായ രീതിയിൽ അത് ഓഡിയൻസിൻ്റെ അടുത്ത് കൺവേ ആയില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ ഫീമെയിൽ പിന്നെ ഓറിയൻറ്റഡ് ആയ സിനിമ വരുമ്പോൾ ഞാൻ എപ്പോഴും ഒന്ന് ചിന്തിക്കാറുണ്ട്, ഇതിപ്പോൾ നമ്മൾ ഈ ടൈം ഓഫ് മൈ കരിയറിൽ ഞാനിത് എടുത്താൽ ശരിയാണോ, അതോ കുറച്ചും കൂടെ കഴിഞ്ഞെടുക്കുന്നതായിരിക്കില്ലേ ബെറ്റർ എന്നുള്ളൊരു ഒപ്പീനിയനുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ അതുകൊണ്ട് അങ്ങനെയുള്ള സബ്ജക്ട്സ് ഞാൻ പൊതുവെ ഇപ്പോൾ കുറച്ചൊന്ന് വേണ്ട തൽക്കാലം. ഞാൻ സ്ക്രിപ്റ്റ് കേട്ട് ചിലപ്പോൾ ചില കഥ കേൾക്കുമ്പോൾ ഇതെനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നും. അങ്ങനെ ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്യുമെന്നല്ലാതെ തൽക്കാലം അങ്ങനെ ഒരു, കാരണം ഐ ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് മൈ പ്രൊഡ്യൂസർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ വെച്ച് പടം എടുത്തിട്ട് നഷ്ടം വരുത്തരുതല്ലോ. അപ്പം അതുകൊണ്ട് തൽക്കാലം ആ ഒരു സൈഡിലോട്ട് ഐ എം പ്ലേയിങ് സേഫ് എന്ന് എനിക്കറിയാം. ഇവിടെ ഞാൻ സേഫായി ചിന്തിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ ഒരു തീരുമാനമാണ് എനിക്ക്. മഹിമ സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിയുള്ളൊരു പെൺകുട്ടി സംസാരിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പോലെയാണോ അതേ ശരിക്കും ബുദ്ധിയുണ്ടോ? ദൈവത്തെ അറിയാം. ഞാൻ ഭയങ്കര ചിന്തിച്ചും കണ്ടൊക്കെ ചെയ്യുന്ന ആളാണ്. കാരണം എനിക്ക് ടെമ്പർ ഇല്ല, ഭയങ്കര പേഷ്യൻസ് ആണ്. അപ്പം ഞാൻ ഇങ്ങനെ ദേഷ്യം വന്ന തീരുമാനങ്ങളൊന്നും എടുക്കില്ല. അപ്പം ഞാൻ എടുത്ത തീരുമാനങ്ങൾ ഞാൻ റിഗ്രറ്റ് ചെയ്യാറുമില്ല. ഞാൻ ഇതുവരെ എടുത്ത തീരുമാനങ്ങളൊന്നും ഞാൻ ഇതുവരെ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അത്യാവശ്യം കുറച്ച് കോമൺ സെൻസ് ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉണ്ട്, അത്യാവശ്യം കോമൺ സെൻസ് ഉണ്ട്. പക്ഷേ ഈ പേഷ്യൻസിനെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് കുറച്ചൊരു കഴിവ് കൂടുതൽ വേണ്ട ഒരു സംഗതിയാണ്. സാധാരണ ആൾക്കാർക്ക് പറ്റുന്നതല്ല. ദേഷ്യപ്പെടാതിരിക്കാൻ സാധാരണ മനുഷ്യർക്ക് പറ്റാറില്ല. ചിന്തിക്കണം, ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. എന്തുകൊണ്ട് ദേഷ്യപ്പെടാതിരിക്കണം, മറ്റൊരു വഴിയില്ലേ, ഒരു 3 ഡയമെൻഷൻ ആസ്പെക്റ്റിൽ നമ്മൾ ചിന്തിക്കണം. നമ്മളെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടേക്ക് വരും. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ ഈ ചെറുപ്പകാലത്ത് സിനിമയിലേക്ക് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പക്വതയുള്ളൊരു ചിന്തയൊക്കെ വരണമെങ്കിൽ കുറച്ച് ഹോംവർക്ക് ഉണ്ട്. എന്താ, വായനയൊക്കെ ഉണ്ടോ? വായനയൊന്നുമില്ല, പൊതുവെ വായനയൊന്നുമില്ല. ഒബ്സർവേഷനൊക്കെ ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദേഷ്യപ്പെടുക എന്നുള്ളതാണ് എനിക്ക് ബുദ്ധിമുട്ട്. അതാണ് എനിക്ക് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് ദേഷ്യം വരില്ല അമ്മ എന്ന് ചോദിക്കും. കാരണം സത്യമാണ്, എനിക്ക് ദേഷ്യം അതെ അമ്മ പറയണം. അമ്മയ്ക്ക് ചിലപ്പോൾ എൻ്റെ സ്വഭാവം കണ്ട് തോന്നും ഇപ്പൊ പറയേണ്ട സമയത്ത് ഇവളൊന്നും പറയില്ലല്ലോ എന്ന്. കാരണം എനിക്ക് ആരോടും ഒന്നും പറയാനറിയില്ല. എനിക്ക് ആരോടും ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല. ആകെ പാടെ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരാൾ എൻ്റെ അമ്മ മാത്രമാണ്. അതൊക്കെ കേട്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പറയാറില്ല അമ്മയുടെ അടുത്ത്. എൻ്റെ എല്ലാ ദേഷ്യം ഞാൻ കൊണ്ട് ഇറക്കുന്ന അമ്മയുടെ അടുത്താണ്. അമ്മയും തിരിച്ച് അതുപോലെ ദേഷ്യപ്പെടും. ഞങ്ങൾ തമ്മിൽ ചില സമയത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങിയ കീരിയും പാമ്പുമായിരിക്കും. ഭയങ്കര ബഹളമായിരിക്കും. എന്നിട്ട് അമ്മേൻ്റെ അടുത്ത് ഇതിൽ ആരാ അമ്മ, ഞാനാണോ നീയാണോ എന്ന് ചോദിക്കും. പക്ഷെ ഇത് അമ്മയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. എനിക്ക് പുറമെ ഒരാളടുത്ത് എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല. മുഖത്ത് ഈ ചിരിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ചിരി വരുത്തുന്നതാണല്ലേ? അല്ലല്ല, അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെട്ട ചിരിയൊന്നും വരില്ല. ഞങ്ങൾ നല്ല വഴക്കാ. പക്ഷെ അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വഴക്കിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഓർമ്മയുണ്ടാവില്ല. എനിക്കൊന്നും എനിക്ക് എൻ്റെ സ്വഭാവം അമ്മയുടെ അടുത്തായിരിക്കും കിട്ടിയത്. പക്ഷെ പൊതുവേ എനിക്ക് ദേഷ്യം വരാറേ ഇല്ല. എനിക്ക് ദേഷ്യം വരാറില്ല. എനിക്ക് എല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ കേൾക്കുന്നവർക്കും ഒന്നും ഇവളെന്തായി പറയണേ, ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തോന്നും. പക്ഷെ എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ, അങ്ങനെ ഒരു ഫിലോസഫി നമ്മൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യണ്ടേ? ഇതെങ്ങനെയാണ് അങ്ങനെ ഒരു ഫിലോസഫി പ്രാക്ടീസ് ചെയ്ത്? ഞാൻ അത്യാവശ്യം ഈ പോസിറ്റീവ് എനർജിയിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ദിവസവും അതിൻ്റെ എഫക്റ്റ് ആണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ദിവസവും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിതൊക്കെ ഇതെൻ്റെ ഭയങ്കര പേഴ്സണലായ കാര്യമാണ്. പലർക്കൊന്നല്ല, എന്നെ അറിയാവുന്നതിൽ തന്നെ ഒരു 95% ആൾക്കാർക്ക് ഈ സൈഡ് ഓഫ് മൈൻഡ് അറിയില്ല. എനിക്ക് എൻ്റെ ചുറ്റുമുള്ള ഒരാൾ തന്നെ മൂഡ് ഓഫ് ആയിരുന്ന ആ എനർജിയും പോലും എന്നെ എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് പേടിയാണ്. അപ്പം ഞാൻ അയാളെയും ചിരിപ്പിക്കാൻ നോക്കും. ഐ ലൈക്ക് ദി എനർജി ടു ബി പോസിറ്റീവ്. എൻ്റെ ചുറ്റുമുള്ള എനർജി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവരെന്തെങ്കിലും തമാശ പറഞ്ഞ് ചിരിപ്പിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരിങ്ങനെ മൂഡിയായിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് കാര്യം ചോദിക്കും. അവരെ മൂഡ് മാറ്റാൻ ശ്രമിക്കും.
അതല്ലേ സന്തോഷമായിരിക്കണ്ടേ എല്ലാരും. പക്ഷെ അങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര പാടാ. ഞാനൊക്കെ ഈ ക്യാമറയിൽ അധികം ചിരിക്കാറില്ലെന്നാണ് നാട്ടുകാരൊക്കെ പരാതി ഞാൻ പറയുന്നത്. ചേട്ടൻ നന്നായി ചിരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. അത് പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നും. പക്ഷെ ഇതേപോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും ഇങ്ങനെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് എന്താ കഴിക്കുന്നത് പലരും എൻ്റെ അടുത്ത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. ഇത് അഭിനയിക്കുവാണോ അല്ലെങ്കിൽ ഇത് ക്യൂട്ട്നെസ് അഭിനയിക്കുവാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പലപ്പോഴും അമ്മയോട് ചോദിച്ചോളൂ, അമ്മയ്ക്ക് ഇതേ പറയാനുണ്ടാവുള്ളൂ. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അത്. ദേഷ്യപ്പെടേണ്ട സമയത്ത് പോലും ഞാൻ ദേഷ്യപ്പെടില്ല. എനിക്ക് നോ പറയാനുള്ള ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് എനിക്ക്. അതായത് നോ പറയേണ്ട സാഹചര്യങ്ങളിൽ പോലും നോ പറയാൻ എനിക്ക് അറിയാത്തൊരവസ്ഥ. അതായത് അപ്പോഴും എന്താണെന്നറിയാം, എനിക്കറിയാം ഞാൻ ഈ നോ ഇപ്പം പറഞ്ഞില്ലെങ്കിൽ അത് എന്നെ എഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ എൻ്റെ കരിയറിനെ എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ പറയില്ല. എനിക്കത് പറയാൻ കാരണം അവർ ഞാൻ കാരണം വിഷമിക്കുമോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് കാരണം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളത്. മഹിമയ്ക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണോ? ധൈര്യം ഇല്ലായ്മയൊന്നുമില്ല എനിക്ക്. ധൈര്യം ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ഓപ്പണായി പറയില്ല. ഞാൻ ഒട്ടും ഫിൽറ്റർ ഇല്ലാത്ത ആളാണ്. അതായത് എനിക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഓപ്പണായി പറയും. പക്ഷെ അതൊരാളെ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പറയില്ല. ഇനി അവിടെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിലും അത് കാരണം എനിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ പറയില്ല. ഞാൻ ഭയങ്കര മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒക്കെ സ്വഭാവമുള്ള ഒരാളാണ്. അപ്പം എനിക്ക് പറയേണ്ട കാര്യങ്ങൾ എനിക്ക് ആരെടുത്തായാലും അപ്രണ്ടായി പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അതൊരാളെ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ഇനി എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ പറയില്ല. ഇടയ്ക്ക് നമുക്ക് ജയ് ഗണേശനിലേക്ക് വന്നാൽ, ജയ് ഗണേശനിൽ നിങ്ങളുടെ ഒരു ഫാൻ ബോയ് ആണ് ശരിക്കും അതിനകത്ത് നായകൻ എന്ന് പറയുന്നത്. അത് ഭയങ്കര ഒരു സംഭവമല്ലേ, ഒരു കംഫർട്ടബിലിറ്റി കൂടുതലാണ്, പക്ഷെ അതൊരു രസവും കൂടെ അല്ലേ, ഒരു സന്തോഷം. ഇത് ശരിക്കും പറഞ്ഞ ഉണ്ണി എന്റെ ഫാൻ ബോയ് ആണെന്ന് ഉണ്ണി എവിടെയും പറഞ്ഞിട്ടല്ലേ. ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് എവിടെ എത്തിയതാ. ആക്ച്വലി ഞാൻ ഉണ്ണിയുടെ ഫാൻ ഗേൾ ആയിരുന്നു. അതായത് ഉണ്ണി ആദ്യത്തെയോ രണ്ടാമത്തെ ഇതിപ്പോൾ ഈ വെരി റീസെൻ്റ്ലി ഞാൻ ഉണ്ണിയുടെ അടുത്ത് പറഞ്ഞു. എനിക്കൊന്ന് 2 ദിവസം മുന്നേ എങ്ങനെയാണ് ഞാൻ ഉണ്ണിയുടെ അടുത്ത് പറഞ്ഞത്. അപ്പം ഉണ്ണിയുടെ 2ാമത്തെ സിനിമ റിലീസാവുന്ന സമയത്ത്, അപ്പോൾ അന്നേരം ഞാൻ സ്കൂളിൽ പഠിക്കുക. അപ്പോൾ ഈ ഫേസ്ബുക്കൊക്കെ വന്ന സമയത്ത് അപ്പോൾ ഈ ഉണ്ണിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് എനിക്ക് മറ്റേ സെലിബ്രിറ്റി ക്രഷ് അടിച്ചു ഉണ്ണിയെ കണ്ടിട്ട്. എന്നിട്ട് അപ്പോൾ ഫേസ്ബുക്കൊക്കെ അല്ലേ ഉള്ളൂ. എത്ര വയസ്സായിരുന്നു? സ്കൂളിൽ പഠിക്കാൻ എനിക്ക് ഓർമ്മയില്ല. ഉണ്ണിയുടെ 2ാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് കൃത്യമായിട്ട് സമയമൊന്നും ഓർമ്മയില്ല. ചിലപ്പം 9th or 10th ആ സമയം എങ്ങാനും ആയിരിക്കും. 10th അങ്ങനെ വന്നിട്ടില്ല. ഇല്ല വന്നിട്ടില്ല. 9th or 10th ആ സമയത്ത്. അപ്പം ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ അപ്പം ഉണ്ണി അന്നേരം പോപ്പുലറായി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം പോപ്പുലറായി തുടങ്ങുമ്പോൾ നമുക്കൊരാളെ ഫേസ്ബുക്കിൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, അതായത് മെസ്സേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പം ഞാൻ ഉണ്ണിയുടെ അക്കൗണ്ടൊക്കെ എടുത്ത് ഉണ്ണിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ബിഗ് ഫാൻ, സെലിബ്രിറ്റി ക്രഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉണ്ണിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണി ആ മെസ്സേജ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, റെസ്പോണ്ട് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഇന്നലെ 2 ദിവസം മുന്നെയാണ് ഞാൻ ഉണ്ണിയുടെ അടുത്ത് പറഞ്ഞത് ഞാനിങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് പണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ മാസ്റ്റർ പീസ് ചെയ്യുന്നത് വരെ എനിക്ക് ക്രഷ് ഉണ്ടായിരുന്നു ഉണ്ണിയുടെ. ഞാൻ ഈ മെസ്സേജ് ചെയ്ത കാര്യമൊക്കെ അമ്മയ്ക്കറിയാം. അമ്മേനെ അടുത്തിരുത്തിക്കൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് മാസ്റ്റർ പീസ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഉണ്ണി ഭയങ്കര സീരിയസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഒറ്റൊരു ദിവസമേ കോമ്പിനേഷൻ ഉള്ളായിരുന്നു. അത് ഉണ്ണി എന്നെ കൊല്ലുന്ന സീനാണ് അതിൽ. അപ്പം ഉണ്ണി ഭയങ്കര സീരിയസ് മൂഡിലൊക്കെ ഇരിക്കും അന്നേരം. അപ്പം എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് അതുവരെയുള്ള ക്രഷും കാര്യങ്ങളൊക്കെ തീർന്നു അതോടെ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ക്രഷൊക്കെ പോയി, ഇനിയിപ്പോൾ എനിക്ക് ഒരു ക്രഷും ഇല്ല ഉണ്ണിയുടെ അടുത്ത് എന്നൊക്കെ പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിലൊരു സംഭവമൊക്കെ നടന്ന് ഉണ്ണി എന്നെ ബ്ലോക്ക് ചെയ്തു. ഇതൊക്കെ സംഭവം നടന്നു ഇൻ ദ സെൻസ് എല്ലാവർക്കും അറിയാം സംഭവം എന്താ. ഞാൻ ഉദയാന്ന് പേര് വിളിച്ചത് ഉണ്ണിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഉണ്ണി എന്നെ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്യുന്നു. പിന്നെ 7 വർഷം കട്ടു ഞങ്ങൾ കാണുന്നത് ജയഗണേഷിൻ്റെ പൂജ സമയത്താണ്. അപ്പം ഈ പൂജയ്ക്ക് തലേ ദിവസം ഉണ്ണി എനിക്കൊരു മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഉണ്ണി കാണുന്നത് എന്നെ ബ്ലോക്ക് ചെയ്ത കാര്യം. ഉണ്ണി എനിക്കൊരു മെസ്സേജ് ചെയ്തു, വി ആർ വെരി ഹാപ്പി ടു ഹാവ് യു ഓൺ ബോർഡ്, ലെറ്റ്സ് റോക്ക് ദിസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ്. അപ്പോൾ ഈ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് 7 വർഷം ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ റോക്ക് ദിസ് അല്ലേ കാണിച്ചു തരാം എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. അത് കഴിഞ്ഞിട്ട് പൂജയ്ക്ക് ഞങ്ങൾ വന്ന് നിൽക്കുകയാണ്. അപ്പം ഉണ്ണി എൻ്റെ തൊട്ട് മുന്നിലുണ്ട്. ഞങ്ങൾക്കൊരു കുറച്ചൊരു ഓക്വേർഡായ ഒരു സിറ്റുവേഷനാണ്. കാരണം 7 വർഷത്തിന് ശേഷം കാണുവാണല്ലോ, ഇങ്ങനെ ഒരു ബ്ലോക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അജയ് വാസുദേവ് അജയ് ചേട്ടൻ പറയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഉണ്ണി കേൾക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഉണ്ണി തിരിഞ്ഞപ്പം മനഃപൂർവ്വം അജയ് ചേട്ടൻ നോക്കിയിട്ട് പറഞ്ഞു, അജയ് ചേട്ടാ ഉദയം വന്നില്ലേ എന്ന് ചോദിച്ചു. ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഉണ്ണി ഇങ്ങനെ നാണം കൂടി കേൾക്കുന്ന ഒരു വീഡിയോ ഒക്കെ ആ സമയത്ത് റിലീസായിരുന്നു. അപ്പം അങ്ങനെയാണ്, ദാറ്റ് ഇസ് ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ എനിക്ക് തോന്നുന്നു ഉണ്ണിയും കുറേ എന്താ പറയുക ഭയങ്കര ജെനുവിനായ ഒരു ആളാണ്. ഫിൽട്ടർ ഇല്ലാതെ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാം ഒന്നും പറയില്ല. ഞാൻ
ചില ആൾക്കാർ എന്താ പറയാ ചില കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തേ ഞാൻ സംസാരിക്കും. ഞാൻ അത്ര നിഷ്കളങ്കയല്ല. ഞാൻ അത്യാവശ്യം ഡിപ്ലോമാറ്റിക് ആണ്. വിഷമിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയാറില്ല. പക്ഷെ ഉണ്ണി അങ്ങനെയല്ല. എല്ലാ ഒപ്പീനിയനും തുറന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളാണ്. അത് ഞാൻ ധൈര്യം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആ ധൈര്യമില്ല. എല്ലാം പറയാൻ ധൈര്യമുള്ള ഒരാളാണ്. അപ്പം ഉണ്ണി എല്ലാം എടുത്ത് തുറന്ന് പറയും. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പം എനിക്കൊന്ന് അതുകൊണ്ടും കൂടി ആയിരിക്കാം പെട്ടെന്ന് ആ ഒരു സിങ്ക് ഞങ്ങൾ തമ്മിൽ വന്നത്. വർക്കൊക്കെ സ്മൂത്ത് ആയി പോയി. അതെ അതെ.